ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ ഒരു റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാണാൻ തിരുവനന്തപുരമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് അതുപോലെ ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് അപേക്ഷാ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് വാക്ക് ഇൻ സെലക്ഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാം എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസികളോടെ നോക്കാം. നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി മെക്കാനിക്കലിൽ 20, ഇലക്ട്രിക്കലിൽ 4, ഇലക്ട്രോണിക്സിൽ 4, ദെൻ കെമിക്കലിൽ 1, സിവിലിൽ 3, കമ്പ്യൂട്ടർ സയൻസിൽ 4, ദെൻ ഇൻസ്ട്രുമെൻറ്റേഷനിൽ 1 വേക്കൻസി, അങ്ങനെ 37 വേക്കൻസിയാണ്. ഒരിക്കലും ഇത് പെർമനൻറ്റ് ജോലിയല്ല കേട്ടോ, പ്രത്യേകം പറയുകയാണത്. കാരണം അറിയാത്തവരോ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇത് അപ്രൻറ്റീഷിപ്പ് മാത്രമാണ്. അപ്പോൾ അപ്രൻറ്റീഷിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊക്കെ ചോദിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 4 ഇയർ അല്ലെങ്കിൽ 3 ഇയർ. നിങ്ങൾ ലാറ്ററലിലൂടെ കയറിയവരാണെങ്കിൽ 3 ഇയർ ഡ്യൂറേഷൻ മതി, അല്ലെങ്കിൽ 4 ഇയർ ഡ്യൂറേഷനുള്ള BE ഓർ BTech അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 65% മാർക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി CGPA ആണെങ്കിൽ നിങ്ങൾക്ക് 10 സ്കെയിലാണെങ്കിൽ അതിൽ 6.84 CGPA ഉണ്ടായിരിക്കണം മിനിമം എന്നുള്ളതാണ്. 10 സ്കെയിലാണെങ്കിൽ കേട്ടോ, സ്കെയിൽ മാറുമ്പോൾ അതിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും. അപ്പോൾ 65% മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം പെർസെൻറ്റേജ് ആണെങ്കിൽ. അല്ലെങ്കിൽ സ്കെയിലാണെങ്കിൽ നിങ്ങൾക്ക് CGPA ആണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മതി. 6.84 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 1 ഇയർ ആണ് ട്രെയിനിങ് ഡ്യൂറേഷൻ. 9,000 പെർ മന്താണ് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കേണ്ടത്. പിന്നെ അക്കമഡേഷൻ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ അടുത്ത് വിളിച്ചിരിക്കുന്ന ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പാണ്. ഇതിലേക്ക് കാണാം മെക്കാനിക്കൽ 34, ഇലക്ട്രിക്കൽ 5, ഇലക്ട്രോണിക്സ് 7, കെമിക്കൽ 1, ദെൻ കമ്പ്യൂട്ടർ സയൻസ് 3, സിവിൽ 4, ദെൻ ഓട്ടോമൊബൈൽ 2, 56 വേക്കൻസിയാണ് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗിലുള്ള ആ ഒരു ഡിപ്ലോമ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതത് ഡിസിപ്ലിനിൽ ഈ പറഞ്ഞിരിക്കുന്ന അതത് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷം ട്രെയിനിങ് ഡ്യൂറേഷൻ 8,000 പെർ മന്ത് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്രൻറ്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് പെട്ടെന്ന് പോയിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവം എന്നല്ല. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് നമ്മൾ ചെയ്യുമ്പം ഏത് സെക്ടറിൽ ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ടൊരു ധാരണ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം നമുക്ക് പല ഓരോന്നിനും ഓരോ പർപ്പസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും, അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കിതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ളതും കൊണ്ടും നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഒരു 3 വർഷം നമ്മുടെ കോഴ്സ് കഴിഞ്ഞൊരു 3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അധികം അപ്രൻറ്റീഷിപ്പും മിനിമം 3 വർഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണമെന്നാണ്. ചിലത് മാത്രം നമുക്ക് 5 വർഷമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാതെ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ നമ്മൾ യോഗ്യരല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വാക്ക് ഇൻ സെലക്ഷൻ ആണ്, ഒരു വാക്ക് ഇൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് ആണെങ്കിലും ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പ് ആണെങ്കിലും ഏതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതാണ് ഡേറ്റ് 31/8/2024. ഓക്കെ, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ 2 ദിവസം മുൻപ് കണ്ടിരുന്നു. നമ്മൾ വേറെ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം, ഇത്ര ഡിലേ ആയത് കേട്ടോ. ഓക്കെ, 31/8. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 29/8 പക്ഷേ 31/8/2024 ഇതിൻ്റെ വാക്ക് ഇൻ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഡേറ്റ് ആണ് ഈ പറയുന്ന 31/8 സാറ്റർഡേ. ടൈം ഇത് 9:30 AM മുതൽ നിങ്ങൾക്ക് 5 PM ആണ് സമയം കേട്ടോ. 9:30 നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം. LPSC നിങ്ങൾക്കിവിടെ കാണാം. പവലിയൻ അറ്റ് ഗവൺമെൻറ് വിമൻസ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി, എറണാകുളം, കേരള. അതാണ് അഡ്രസ്സ് കേട്ടോ. നമ്മുടെ എറണാകുളം കളമശ്ശേരി വിമൻസ് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ എത്തേണ്ടത് കേട്ടോ. LPSC ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ പറയുന്ന സെലക്ഷന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ എത്താണ് വേണ്ടത്. അങ്ങനെ എത്തുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുൻപ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2020 എന്ന് പറയുന്ന ഈ ഇയറോ അതിന് ശേഷമോ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരാം. ഡിഗ്രി എഞ്ചിനീയറിംഗ് ആയാലും നിങ്ങൾ ഡിപ്ലോമ ആയാലും നിങ്ങൾ ഈ പറയുന്ന 2020 അതിന് ശേഷമോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 2019 കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പറ്റില്ല. 2018 കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പറ്റില്ല. 2017 അങ്ങോട്ടൊന്നും പറ്റില്ല. 2020 നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ പറ്റും, 21 പറ്റും, 22 പറ്റും, 23 പറ്റും, 24 പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 വർഷമാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രം പറ്റും. ഇപ്പോൾ 2020 നിങ്ങൾ പാസ് ഔട്ടായ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 2021 അപ്ലൈ ചെയ്യാം. 22, 23, 24 ഒക്കെ അപ്ലൈ ചെയ്യാം. ഇനി 2019, 18 അങ്ങോട്ടൊന്നും കഴിഞ്ഞവരാണെങ്കിൽ പാസ് ഔട്ട് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എലിജിബിൾ അല്ല, വെറുതെ പോയിട്ട് കാര്യമില്ല. അതാണ് അപ്രൻറ്റീഷിപ്പിന് അതിൻ്റേതായ കുറച്ച് റൂൾസ് കാര്യങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീഷിപ്പിലേക്കാണെങ്കിൽ മിനിമം ഏജ് ലിമിറ്റ് 28 മാക്സിമം ഏജ് ലിമിറ്റ് 28 വയസ്സാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്. അതായത് മാക്സിമം ഏജ് ലിമിറ്റ് ആണ് പറയുന്നത്. 28 വയസ്സിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 31/8/2024 എന്ന് പറയുന്ന ഈ ഡേറ്റ് കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. OBC ആണെങ്കിൽ OBC NC ആണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ആയിരിക്കും. അപ്പോൾ SC OBC ഒക്കെ ആണെങ്കിൽ അവരുടെ അതത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അവർ റെഡിയാക്കി വെക്കണം സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ട്. OBC ആണെങ്കിൽ OBC NC ആണ് റെഡിയാക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പിലേക്കാണെങ്കിൽ അവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 31/8/2024 ഈ പറയുന്ന ഡേറ്റിലേക്ക് 31/8/2024 35 വയസ്സ് കഴിയാൻ പാടില്ല. ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പിലേക്ക് അതായത് ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യണമെങ്കിലാണ് പറയുന്നത്. അവർക്ക് OBC ആണെങ്കിൽ 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ 40, ദെൻ PWD ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പിയൊക്കെ നമ്മൾ അവിടെ കൊടുക്കണം കേട്ടോ. അത് ഈ പറയുന്ന ഏജ് പ്രൂഫിന് വേണ്ടി നമ്മൾ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് മുതൽ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾ OBC NCL കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ SC ST ഒക്കെ ആണെങ്കിൽ അതായത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് എടുക്കുക. അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം ഈ പറയുന്ന വോക്ക് ഇൻ സെലക്ഷന്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതിന് മുൻപ് നമ്മൾ എവിടെയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ ഈ പറയുന്ന 31/8/2024 നമ്മുടെ ഈ പറയുന്ന കളമശ്ശേരി വിമൻസ് പോളിടെക്നിക് കോളേജിൽ, ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ എത്താണ് വേണ്ടത്. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഫോം തരും. ആ ഫോം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്തിട്ട്, ആപ്ലിക്കേഷൻ ഫോമാണ്, അത് ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയൊക്കെ അതിൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കുറച്ച് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫും ഒക്കെ കയ്യിൽ വെച്ച് പോകാട്ടോ. ഓക്കെ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് ആണ് നിങ്ങളുടെ അക്കാദമിക് ആയുള്ള സ്കോർ അടിസ്ഥാനമായിരിക്കും, നിങ്ങളുടെ ഡിഗ്രി ഡിപ്ലോമയിൽ കിട്ടിയ മാർക്കിനെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ അതിന് മുൻപായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അവിടെ പോവുക. നിങ്ങൾ അവിടുന്ന് ആപ്ലിക്കേഷൻ ഫോം തരും. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യണം, ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.